ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് പൂജ ആൻഡ് അമൽ. ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ട്രാവൽ ബ്ലോഗ് ഉണ്ട്, അത് റിയാക്ട് ചെയ്യണോ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നാലും ചെയ്തേക്കാമെന്ന് കരുതി. ഈ വീഡിയോ മസ്റ്റായിട്ട് കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള അച്ഛനമ്മമാർ തീർച്ചയായിട്ടും കാണണം. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു, ഒരു ട്രാവൽ ബ്ലോഗ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. 11ാം ക്ലാസ് പഠിക്കുന്ന പൂജയും 23-24 വയസ്സുള്ള അമലും വിവാഹിതരായി അവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര താരങ്ങളാണ്. അവരൊരു ട്രാവൽ ബ്ലോഗായിരുന്നു. അതായത് 16 വയസ്സുള്ളപ്പോൾ, പൂജയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ 22 വയസ്സുള്ള അമൽ ആ കുട്ടിയും കൊണ്ട് ഒരു പാറയിടിക്ക് കാണാൻ പോയി. അന്ന് അവരെ പോലീസുകാർ പിടിച്ചു. ആ സ്ഥലത്ത് അവർ വിവാഹശേഷം പോയ കഥയാണ് അവർ പറയുന്നത്, ട്രാവൽ ബ്ലോഗ്. ആ വ്ലോഗ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ ചെവിക്കല്ലടി ഒളിക്കാനുള്ള ദേഷ്യം വന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നും. കാരണം മറ്റൊന്നുമല്ല, ആ 16 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ട് അന്ന് അവൻ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ്. അതായത് കാടും പടലൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു കാട്ടുപ്രദേശത്ത് കൂടിയാണ് ആ പാറയിടുക്കിലേക്ക് പോകേണ്ടത്. അന്ന് അവിടെ ഒന്നും സംഭവിച്ചില്ല, എന്നിട്ട് ഞങ്ങളെ പോലീസുകാർ പിടിച്ചു എന്നൊക്കെ ആ പെൺകുട്ടി ഒരു നാണക്കേടും ഇല്ലാതെ പറയുന്നത് കേട്ടപ്പോണ്ടോ സത്യം പറഞ്ഞാൽ തൊലി ഒഴിഞ്ഞു പോയി. പിന്നെ മറ്റൊന്ന്, ഈ വീഡിയോയിൽ പറയുന്ന ഈ പെൺകുട്ടി +2-നാണ് ഇപ്പോൾ പഠിക്കുന്നത്, നിലവിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ കൂടെ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അവരുടെ മക്കളെക്കുറിച്ച് സ്കൂളിൽ കൃത്യമായ രീതിയിൽ അന്വേഷിക്കണം. കാരണം ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ കൂടെ പഠിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഉറപ്പായിട്ടും ഈ ചന്ദനം ചാരിയാൽ ചന്ദനത്തിൻ്റെ മണം മണക്കും, മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും, കല്ലിനുമുണ്ട് ആ സൗരഭ്യം എന്നൊക്കെ പറയുന്ന കണക്കാണ്. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം ചിലപ്പോൾ കുട്ടികളിലും മറ്റു മാറ്റങ്ങളുണ്ടാക്കാം. അതിന് കാരണം പൂജാന പറയുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ധാരാളം ഫാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ഫാൻസുള്ള കുട്ടികൾ അവരെ ഇൻസ്പയർ ആയിക്കൊണ്ട് ഇനി മറ്റുള്ളവരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇതാണൊക്കെ ഒരു ഫാമിലി ബ്ലോഗൊക്കെ ഓപ്പൺ ആകേണ്ട അവസ്ഥ വരും. 18 വയസ്സുള്ള മോളും 24 വയസ്സുള്ള ചെറുപ്പക്കാരനും കൂടി അവരുടെ ഡേ ടു ഡേ ലൈഫ് വ്ലോഗ് ചെയ്യുന്നത് നിങ്ങൾ കാണേണ്ട ഗതികേട് വരണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പ്ലേസിൽ വെച്ച് ഈ കുട്ടിയൊന്നും ചെയ്തില്ലെന്ന് ഇവൻ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ നിർഭയ കേസ് ഡൽഹിയിൽ നടന്ന ആ കേസ്, അതായത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, നിർഭയ എന്ന പെൺകുട്ടിയും. ആ പെൺകുട്ടീനെ സ്വന്തം സുഹൃത്തിനെ ആക്രമിച്ച ശേഷമാണ് ആ ബസ്സിലെ ജീവനക്കാരെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയത്. അതേപോലെ അന്ന് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കഥ പറയാണ്ട് ഈ കുട്ടി ബാക്കി ഉണ്ടാകുമായിരുന്നു. ഇല്ലല്ലോ. അന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസുകാരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ സാധനത്തിനൊക്കെ അന്നേ തട്ടക്കുട്ടി അടുത്ത് അകത്തിട്ടുണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ മെഡിക്കൽ എടുത്തപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരന്ന് വെറുതെ വിട്ടത്. ഇന്നത് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴത്തേക്കുണ്ടോ ഇവരെ പിൻപറ്റി ഇനിയും ധാരാളം ആളുകൾ ചിലപ്പോൾ ഇതേപോലെയുള്ള ഹോണ്ടഡ് പ്ലേസുകളിലേക്ക് കാമുകന്മാരായിട്ട് പോകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തിൽ നിരവധി ലഹരി മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 70 കഴിഞ്ഞവരെ റേപ്പ് ചെയ്യുന്നത്, സ്വന്തം മകൻ സ്വന്തം അമ്മേനെ പലവട്ടം ബലാത്സംഗം ചെയ്ത കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ആലുവയിൽ. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇവരെ ഇൻസ്പയർ ആയിക്കൊണ്ട് ഏതെങ്കിലും 10-16 വയസ്സുള്ള പെൺപിള്ളേരെയും കൊണ്ട് ഏതെങ്കിലും ഇടത്തും കയറി പോകുന്നു, അവനെ ഏതെങ്കിലും ഇടത്തിന് അടിച്ച് നേരത്തെ ആ പെണ്ണിനെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വിസ്മയ, സൗമ്യ അങ്ങനെയുള്ള കേസുകൾ പോലെ, അതായത് സൗമ്യ, ജിഷ അങ്ങനെയുള്ള കേസ്, അല്ലെങ്കിൽ മറ്റൊരു നിർഭയ, അത് മാത്രമായിരിക്കും ഈ പെൺകുട്ടി കയറി വന്ന പത്രങ്ങൾക്ക് ഒരു വാർത്ത മാത്രം, അതിനപ്പുറം ഒന്നും ആവില്ല. പിന്നെ ഈ എല്ലാവരും പ്രേമിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല. നാളെ അവൻ ഇതാണൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വേറെ ഏതെങ്കിലും എടുത്ത് വിളിച്ചുകൊണ്ട് പ്രേമമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചവച്ചുപ്പി കളഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ ആ പെണ്ണ് ഒക്കത്തൊരു കൊച്ചുമായിട്ടിരിക്കേണ്ട അവസ്ഥ വരും. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ അബോർഷൻ ചെയ്യുന്നതായിട്ട് കണക്കുകൾ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഇത്തരത്തിൽ സമൂഹത്തിന് തെറ്റായിട്ടൊരു സന്ദേശം നൽകുന്ന വീഡിയോ ആയിട്ട് ഈ വ്ളോഗേഴ്സ് വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കേരള പോലീസിനോട് ആവശ്യപ്പെടാനുള്ള, ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ പിടിച്ച് അകത്തിടണം. കാരണം ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങളും മോട്ടിവേഷനുകളാണ് കുട്ടികൾക്ക് നൽകുന്നത്. നാളെ ഇവരുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ആരെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ കൈമലർത്തും. കാരണം ഇവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി, അതിനു വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് മാത്രമാണ് ഇവരിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ. ഞാൻ പറയുന്നത്, എല്ലാ അച്ഛനമ്മമാരും സ്വന്തം മക്കൾ സ്കൂളുകളിൽ എത്തുന്നുണ്ടോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം ചെക്ക് ചെയ്യുക, യൂട്യൂബ് ഉൾപ്പെടെ. അവർ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകളെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഫോൺ മേടിച്ച് തല്ലി പൊട്ടിച്ച് കളയാനാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതുങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നാളെ ഏതെങ്കിലും കാട്ടിലോ പാറക്കുളത്തിലൊക്കെ പോയി ഇതാണൊക്കെ ഇരിക്കും. എന്നിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കരയേണ്ടി വരും. ഇവർക്ക് ഇത് വെറും ഒരു കണ്ടന്റാണ്. ഇപ്പോൾ അവരുടെ പാസ്റ്റ് ഇപ്പോൾ അവർക്ക് വെറും കണ്ടന്റാണ്. അതുകൊണ്ട് അവർക്ക് അത് പ്രശ്നമില്ല. അവർക്ക് ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ പൈസ കിട്ടും, അതിനപ്പുറം അവർക്ക് വേറെ വിഷയമൊന്നുമില്ല. അവർ അത് അഭിമാനത്തോടെ പറയും. കാരണം ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹം കഴിഞ്ഞു, ഇനിയിപ്പോൾ അവരെക്കുറിച്ച് എന്ത് കഥ വന്നാലും അവർക്ക് വിഷയമുള്ള കാര്യമില്ല, പഴയ കാര്യങ്ങൾ.
പൊങ്ങി വന്നാലും. അതുകൊണ്ട് കഴിവതും അച്ഛനമ്മമാർ സ്വന്തം മക്കളുടെ ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് ഒന്ന് മോണിറ്റർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ധാരാളം നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ 16 വയസ്സുള്ള മകളോ അല്ലെ 17 വയസ്സുള്ള മകളൊക്കെ ഒരു ഫാമിലി വ്ലോഗ് നടത്തുന്ന കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം മക്കളുടെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുക.